അമ്മ എന്തിനാ പോകുന്നത്? എന്തിനാണെന്നോ? ഇനിയും നിന്റെ അച്ഛന്റെ ചിതാഭസ്മം കാത്തു വെച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിപ്പോ ചിതാഭസ്മം കന്യാകുമാരിലെ കടലിൽ തന്നെ കൊണ്ടുവന്നിടണമെന്നുണ്ടോ? ഇവിടെയും കടലില്ലേ? അത് ശരിയാ ചേച്ചി, വെറും ഭസ്മല്ലേ, ആളല്ലല്ലോ. എന്റെ ഭർത്താവിന്റെ ചിതാഭസ്മം ഉണ്ടടി. എന്ന് വെച്ചാ ഇവന്റെ തന്തയുടെ, അത് അവനും കൂടി തോന്നണ്ടേ? ആർക്ക് തോന്നിയാലും ഇല്ലെങ്കിലും കന്യാകുമാരി കൊണ്ടുപോയി സമർപ്പിക്കണം എന്നുള്ളത് എന്റെ പ്രാർത്ഥനയാ. ഓ, അതിലൊന്നും ഒരർത്ഥമില്ല. ദേ, അതാണ് അതിന്റെ ശരി. അവളോട് പടി, റിസപ്ഷനിസ്റ്റിനോട് പടി. അങ്ങോട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങോട്ട് ഞാനും ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മ കൂടെ കന്യാകുമാരിക്ക് പോയാ ഇവിടെ പിന്നാരാ? ഇവിടെ നീയും നിന്റെ ഭാര്യയും വേറെ ചിലരും ഒക്കെ ഇല്ലേ? എന്ന് പറഞ്ഞ വാസന്തിക്ക് ജോലിക്ക് പോകണ്ടേ? ലീവ് എടുക്കണേ. എനിക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ല. ലീവ് തരില്ല. തരില്ലെങ്കിൽ എടുക്കണ്ട. പക്ഷേ ഞാൻ എന്റെ ചേച്ചിയെ കൊണ്ടുപോകും. കൊണ്ടുപോകണമെന്ന് ചെറിയമ്മയ്ക്ക് എത്ര വാശി എന്താ? ഇവിടെ ആണെങ്കിൽ വീട്ടു ജോലിക്കാരി പോലും ഇല്ല. അപ്പൊ നീ എന്റെ ചേച്ചി അവിടെ വീട്ടു ജോലിക്ക് നിർത്തിയിരിക്കാണ് അല്ലേടാ എരപ്പാളി? ദേ, എരപ്പാളി എന്നൊക്കെ സ്വന്തം മക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. എനിക്ക് മക്കളുണ്ടടി, പക്ഷെ ഇതുവരെ അവരങ്ങനെ വിളിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എരപ്പാളിത്തരം അവർ കാണിക്കില്ല, പറയേയില്ല. വാസന്തി ഒന്നും പറയണ്ട, ചെറിയമ്മയ്ക്ക് ഭർത്താവൻ പറയാൻ അറിഞ്ഞൂടാ. എടാ മോനെ, നിന്റെ പേരെന്തോന്നാ? എന്റെ പേര് ചെറിയമ്മയ്ക്ക് അറിയില്ലേ? സേതുമാധവൻ. അല്ലടാ, നിന്റെ പേര് നിനക്കറിയില്ല. പെൺകോന്നലെന്നാ നിന്റെ പേര്. ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്താണോ? എടി പെണ്ണേ, ഞാനും ചേച്ചിയും ഒരു വയറ്റിൽ ജനിച്ചവരാണെങ്കിലും എന്റെ സ്വഭാവം ഇച്ചിരി പെശക. ചേച്ചിയോട് പറയുന്നത് പോലെ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. ആയിരിക്കട്ടെ, അമ്മ ചെറിയമ്മയോട് ഒന്നിച്ച് പോകുവോ? ഈ കാര്യത്തിനായതുകൊണ്ട് പോകാനും നിവൃത്തിയില്ല. പക്ഷെ യാത്ര ചെലവ് തരാൻ എന്റെ ഇപ്പൊ രൂപയൊന്നുമില്ല. അയ്യോടാ കൊച്ചുമാധവാ, എന്റെ മക്കളെ എഞ്ചിനീയർമാരൊന്നും അല്ലെങ്കിലും അവര് ജോലി ചെയ്ത കാശ് എന്റെ കയ്യിലുണ്ട്. എന്റെ ചേച്ചിയെ ഞാൻ കൊണ്ടുപോകും. അവന്റെ ഒരു എഞ്ചിനീയർ. എടാ, സ്വന്തം അമ്മയുടെ മനസ്സിന്റെ മാർദ്ദം എന്നൊന്നും അറിയാത്ത നീ എങ്ങനെയാണ് ഈ കല്ലിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ കടുപ്പം അറിയുന്നത്? ഏത് കോമ്പനാണ് നിനക്ക് ജോലി ചെയ്യുന്നത്? ആ ചേച്ചി പോകാനൊരുങ്ങ്. ഒരു കാര്യം, ഇന്നത്തെ ചുറ്റുപാടിൽ ഇവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. അതെ, ഞങ്ങൾ ഇവിടെ എങ്ങനെയും കഴിഞ്ഞോളാം, തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. അയ്യോ എന്റെ ചേച്ചി, ചേച്ചിയുടെ ഈ കൈ എന്തിനാ? വയറ്റിലിട്ടൊന്ന് നടക്കുകയും പ്രസവിച്ച് വളർത്തുകയും ചെയ്താൽ മാത്രം പോരാ. കൊരണക്കുറ്റിക്ക് അടിക്കേണ്ട സമയത്ത് ചൂടോടെ അടിച്ചിരിക്കണം. ഇല്ലടാ, വീട്ടു ജോലിക്ക് വേണ്ടി ഇനി എന്റെ ചേച്ചി ഞാൻ ഇങ്ങോട്ട് അയക്കില്ല. ചേച്ചി എന്നോടൊന്നിച്ച് ജീവിക്കും. വരൂ ചേച്ചി, എഴുന്നേക്കും.